ഗൈസ് അങ്ങനെ ഇന്നലെ മെർസല് റിലീസ് കണ്ടായിരുന്നു. കുറെ അടുത്ത് കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. കോട്ടയത്ത് എന്തോ കത്തിയോ അങ്ങനെ പല പടങ്ങളായിട്ട് കത്തി, മറ്റേ തിരുമല, ഇത് ലിയോ ലിയോ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിയോവിനെ എനിക്ക് കാണാൻ ഇനി താല്പര്യമില്ല. 3 വട്ടം അന്നേ കണ്ടാണ്, അത് മതിയായി. അധികം സമയമൊന്നും ആയില്ലടേ. ഇപ്പൊ ലിയോ റിലീസ് ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ ഷോ വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ മെർസലിനെ കുറിച്ച് എനിക്ക് കുറേ പറയാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിലൊരു വിജയ ആരാധകൻ ആയ ഒരു ടൈം എന്ന് പറയുമ്പോൾ അത് പോക്കിരിയോ ഗില്ലിയോ ഒന്നുമല്ല. അതൊക്കെ കണ്ടിട്ടുണ്ട്. വിജയനെ ഇഷ്ടമാണ്, ജില്ല കണ്ടപ്പോഴാണെങ്കിലും ഇഷ്ടമാണ്, തുപ്പാക്കി ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ, കത്തി, തെറി, അങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. ബട്ട് മെർസൽ ഇസ് അതാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയിന്റെ. കാരണം അതിന്റെ സ്ക്രിപ്റ്റ്, അതിന്റെ കഥ, അതിന്റെ മ്യൂസിക്, അതിന്റെ ഡയറക്ഷൻ പീക്കായിരുന്നു. ടോട്ടലി പീക്ക്. വിജയിന്റെ ഒരു കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സമയത്താണ് പുള്ളിക്ക് ആ ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാൻ തോന്നിയതും അതെടുത്ത് ആ ഒരു രീതിയിൽ അറ്റ്ലി ഇത്ര കിടിലനായിട്ട് പ്രസന്റ് ചെയ്ത വേറെ ഒറ്റ സ്ക്രിപ്റ്റ് ഇല്ല. കുറെ പേർക്കൊക്കെ തെറിയായിരിക്കും ഇഷ്ടം, പക്ഷെ എനിക്ക് മെർസലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എഴുത്ത്, ഒരു റൈറ്റിംഗ് ശൈലിയുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഈ നോൺ ലീനിയർ നറേഷനും ആ ഒരു വക സംഭവങ്ങളും അങ്ങനത്തെ നല്ല കുറച്ച് ട്വിസ്റ്റ് ടേൺസ്, അങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ ഒരു രീതിക്കും നമുക്ക് എന്താ പറയാ, ലോജിക്കലി എറേഴ്സ് തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ എഴുതി പക്കയാക്കിയാണ് നമുക്കത് പ്രസന്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതാണ് മെർസലിനെ എന്നെ ആദ്യമേ ആകർഷിച്ച വലിയൊരു ഫാക്ടർ. ഇപ്പോൾ തുപ്പാക്കിയിലാണേലും കത്തിയിലാണേലും തെറിയിലാണേലും എല്ലാത്തിലും ഓരോരോ കഥകൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒപ്പം നല്ല നല്ല എലിവേറ്ററി സീൻസും, മാസ് കാണിക്കാനുള്ളവർക്ക് മാസും, ഇടിക്ക് ഇടിയും, പാട്ടിന് പാട്ടും എല്ലാം കറക്റ്റായിട്ട് ആ ഒരു മീറ്റർ കറക്റ്റായിട്ട് പിടിച്ചു പോയിട്ടുണ്ട്. വിജയിന്റെ എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ ഒരു വിജയ ആരാധകനാണ്, എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണ് വിജയിന്റെ ഏറ്റവും ബെസ്റ്റ് ഒരു 10 പടം പറയണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു പടം മെർസലായിരിക്കും. ഇന്ന് ഞാൻ മൊത്തത്തിൽ പറയാം, ഇന്നത്തെ ലിയോയോ ഗോട്ടോ ഒന്നുമല്ല, അതിനൊന്നും ഇതിന്റെ അടുത്ത് വെക്കാൻ പോലും കൊള്ളൂല. മെർസൽ ഇസ് അതാണേ. അത് എനിക്ക് ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്ക്രിപ്റ്റിന്റെ ആ ഒരു ബലം കാരണമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ മഹാരാജ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴത്തേക്കും അതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാം എന്നെനിക്ക് മനസ്സിലായ ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റ് അതങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്ക് തോന്നിക്കാൻ കാരണം മെർസലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം കേട്ടോ, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഞാൻ ഇത് കാണുന്നത് ആ ഒരു ദീപാവലി റിലീസ് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. കുറെ പേര് വിജയിന്റെ പടമാണ്, ഹൈപ്പുണ്ട്, ശരിയാണ്, മറ്റേ ജെനുവിൻ ഫാൻസ് എല്ലാവരും തള്ളി കയറി കാണും, ഉറപ്പാണ്. ബട്ട് വേർഡ് ഓഫ് മൗത്തിൽ രണ്ടാമത് പിന്നെയും കയറിപ്പോയ സിനിമയാണ് മെർസൽ. കുറെ ഫാമിലീസ് ഒക്കെ കിടിലം പടം എന്നൊക്കെ കേട്ട് അങ്ങനെ പതുക്കെ വന്നാണ് ഞാൻ കാണുന്നത് ഈ സിനിമ. എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളെ ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് അധികം തമിഴ് പടത്തിനൊക്കെ പോണത് കുറവായിരുന്നതായി. എന്നിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ വീട്ടുകാരെ ഇങ്ങനെ വിളിച്ച് വാ പോവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടങ്ങ് പോയതാണ്. അപ്പൊ ആ ഒരു സ്റ്റോറി ലൈൻ, ആ ഒരു ത്രെഡ്, മെഡിക്കൽ കാര്യങ്ങളും അവരുടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, അവിടുത്തെ കൊള്ളേനെയൊക്കെ കുറിച്ചൊക്കെ ആയിട്ടുള്ള ഒരു കഥ, അതിനെ 2 ജനറേഷൻസിന് 2 തലമുറയെ വെച്ച് പക്കയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല രസമായിട്ട് ആ ഒരു ഡയലോഗ്സിൽ, എസ് ജെ സൂര്യന്റെ ഒരു ഡയലോഗ് ഉണ്ട്. പുള്ളി മറ്റേ മീശയൊക്കെ പഠിച്ച് മറ്റേ ഒരു ലുക്കിലൊക്കെ ഇരുന്ന് പുള്ളി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, കിട്ടില്ല. എന്ത് രസമായിട്ടാണ് പ്രസന്റ് ചെയ്തേക്കണം, എന്ത് നല്ല എഴുത്തായിരുന്നു അല്ലേ. നിങ്ങളാണോടെ ജവാൻ പോലത്തെ ഒരു, ജവാബിനൊന്നും പറയണ്ടേ, ഇതിന്റെയൊക്കെ ഒരു മറ്റേ ഫുൾ ജാർ സോഡയാണ് ജവാൻ എന്ന് പറയണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ അന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ അതിൻ്റെ 2-3 പോസ്റ്റർ എന്തോ കണ്ടിട്ടുള്ളൂ. ഒന്ന് വിജയും കാജലും എന്തോ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു പോസ്റ്റർ, വിജയും സമന്തയും നിൽക്കുന്ന ഒരു പോസ്റ്റർ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു ജല്ലിക്കെട്ട് കാളയും നിത്യാമേനവനും ആ ചെറിയ ചെറുക്കനും വിജയും കൂടി ഇങ്ങനെ നിൽക്കുന്ന, ആ താടിയൊക്കെ ഉള്ള വെട്രിമാരെന്ന് പറഞ്ഞ കഥാപാത്രം വിജയ് നിൽക്കുന്ന ഈ പോസ്റ്ററാണ് ഞാൻ കാണുന്നത്. അപ്പം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അന്ന് നമ്മൾ ഈ ഡയറക്ടേഴ്സ്, കാരണം ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്, അന്ന് നമ്മൾ ഡയറക്ടറിലേക്കൊന്നും ആഴ്ന്ന് ചിന്തിക്കൂല. ഡയറക്ടറിന്റെ വിഷൻ എന്താണ്, ഡയറക്ടർ റൈറ്റർ ആയതൊന്നും നോക്കില്ല. നമ്മൾ വിജയപ്പെടാം, ഇത്ര സമന്ത ഉണ്ട്, കാജലുണ്ട്, നമ്മൾ ടൈറ്റിൽ ആക്ടേഴ്സ് ആ ഒരു ലീഡില്ല. അങ്ങനെ കുറെ നാൾ വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഒരു കാരണമാണ് പടം ഹിറ്റാവണമെന്ന് കുറെ നാൾ ആ ഒരു മണ്ട ചിന്താഗതി എനിക്കുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഓർമ്മയിൽ തെറി ഇറങ്ങിയപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അതായത് ഈ ജോസഫ് കുരുവിള എന്ന് പറഞ്ഞാൽ ഈ ഒരു വിജയിന്റെ കഥാപാത്രം ഇങ്ങനെ നിൽക്കുന്നു, പുറകിൽ മറ്റേ പോലീസുകാരൻ വിജയ് ഇങ്ങനെ വായും പൊത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഡബിൾ റോൾ വിജയ് എന്ന് പറഞ്ഞ് കയറിപ്പോയിട്ട് എൻ്റെ തൊള്ളയിലടിച്ച് കിട്ടിയ ഒരു സാധനമായിരുന്നു ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ്. ഞാൻ അത്രയും നേരം ആ ഒരു മഴയത്ത് അടിയുണ്ടാകുന്ന ആ ഒരു പോർഷൻ വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് 2 വിജയമുണ്ട്, 2ാമത്തെ വിജയം വരുമെന്നൊക്കെയാണ്. പക്ഷേ ഒരു പോലീസ് ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി, ശരിക്കും അവിടെ ഞെട്ടി. ഇവിടെ മെർസലിൽ വന്നപ്പോഴത്തേക്കും ആണെങ്കിൽ ഇന്റർവെൽ ബ്ലോക്കിന് തൊട്ട് മുമ്പാണ് നമുക്ക് എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടുന്നത്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ തുടക്കത്തിൽ ഇങ്ങനെ കാണിക്കുന്നു, ഒരുത്തരം പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു, അത് കഴിഞ്ഞിട്ട് മാജിക് ഒക്കെ കാണിച്ചു പോകുന്നു. മാജിക് ഒക്കെ കാണിച്ചിട്ട് അവൻ പെട്ടിയിട്ട് സാമാനങ്ങളൊക്കെ പാർക്ക് വെക്കുന്നതിന്റെ കൂട്ടത്തിൽ മുണ്ട് കൂടെ എടുത്ത് വെച്ചിട്ട് അടുത്ത കാണിക്കുന്ന എയർപോർട്ട് സീക്വൻസ് ആണ്. എയർപോർട്ട് സീക്വൻസിൽ വടിവേലൂരൊപ്പം പുള്ളി നടന്നു പോകുന്നു, പോലീസുകാർ പിടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടാകുന്നു, പുള്ളി പോയി രക്ഷിക്കുന്നു. ഇതെല്ലാം എന്താണ് ഇത്? അടുത്തത് ബെസ്റ്റ് ഡോക്ടർ, 5 രൂപ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വരവേൽപ്പ് കൊടുത്ത് എല്ലാവരും മറ്റേ അവിടെ എത്തി ഒരു കോൺഫറൻസിൽ പുള്ളി സംസാരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അവർ റൂമിലോട്ട് വരുന്നു, അതൊക്കെ കഴിഞ്ഞ് സംസാരിച്ചിട്ട് പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഒരു കോഫി ഷോപ്പിലെ സീനാണ് കാണിക്കണേ. അവിടെ പറഞ്ഞാൽ വെട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. എടാ ഇപ്പൊ നിങ്ങൾ കുറെ പേരൊക്കെ സിനിമ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് സ്പോയിലർ ആയിരുന്നു അല്ലേ. എന്തായാലും കുഴപ്പമില്ല, കണ്ടവര് കണ്ടാൽ മതി, ഇല്ലാത്തവര് എന്തെങ്കിലും ചെയ്യും. എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. എടാ നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി ഇരിക്കുകയാണ്. ഞാൻ ഒരു 7 വയസ്സ് 7 വയസ്സും പോട്ടെ, ഒരു 14 15 ഒരു 12 വയസ്സുകാരൻ, ഒരു 13 വയസ്സുകാരൻ കൂട്ടിക്കോ പോട്ടെ, ഒരു 13 വയസ്സുകാരൻ തിയേറ്ററിൽ പോയി ഇരിക്കുകയാണ്. അധികം കഥയും ഒന്നും അറിയാത്ത ഒരുത്തൻ ഇങ്ങനെ തിയേറ്ററിൽ പോയി ഇങ്ങനെ ഇരുന്ന് സിനിമ കാണാണ്. ഇവിടെ എന്തേ അങ്ങനെ അച്ഛാ, ഇവിടെ എന്ത് ഇങ്ങനെ, നീ പണം കാണേ ഇങ്ങനെ പറഞ്ഞു. കണ്ടു വരുമ്പോഴത്തേക്ക് എന്തോന്നാണ് ഇത് നടക്കണേ? ഈ ഒരു അവസ്ഥയായിരുന്നു സീരിയസ്ലി. എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം നിങ്ങളിൽ എനിക്ക് വ്യക്തമാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് പൊളി സാധനമായിരുന്നു, കിണ്ണം കാച്ചി ഔട്ട് ഓഫ് ദ വേൾഡ് എന്ന് എടുത്ത് പറയാൻ പറ്റുന്ന തലത്തിലുള്ള ഒരു സാമാനമായിരുന്നു അത്. പിന്നെ ഒറ്റ വിജയപടത്തിലും, മാർക്ക് മൈ വേർഡ്, ഒറ്റ വിജയപടത്തിലും ആ ഒരു ഗണത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് വർക്ക് ഞാൻ കണ്ടിട്ടില്ല. ആണ് ഞാൻ പറഞ്ഞത്, പീക്ക് റൈറ്റിംഗ്, അറ്റ്ലീൻ്റെ ബെസ്റ്റ് സ്ക്രിപ്റ്റ് എവർ എന്നാണ് എനിക്ക് പറയാനായിട്ട്. ഇപ്പൊ ബിഗിനിലാണെങ്കിൽ തന്നെ ആ ഒരു ഫുട്ബോൾ സീക്വൻസ് ഒക്കെ വരുന്നിടത്താണ് പടം വല്ലാണ്ട് കൈവിട്ടങ്ങ് പോയത്. അവിടെയാണ് ആ പടം കയ്യിൽ നിന്ന് പോയത്. അവിടെ നിന്നാണ് ആ പടം കയ്യിൽ നിന്ന്. കാരണം റായപ്പന്റെ പോർഷൻ അത് മാത്രമാക്കി ഒരു കഥ ഉണ്ടാക്കി സിനിമ ആക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കേ പറ്റുള്ളൂ. വിജയണ്ണൻ തിരിച്ചു വരികയാണെങ്കിൽ റായപ്പന്റെ ഒരു കഥ നിങ്ങൾ സിനിമ ആക്ക്, പൊളിക്കും അത്. അന്നത്തെ പോലെ ഇപ്പൊ നിങ്ങൾ അല്ലു അർജുന്റെ ഒപ്പം സൈഫൈ പടം എടുക്കാൻ നിൽക്കുകയാണ്, ശരിയാണ്. ദിവ്യ അവതൊക്കെ ഉണ്ട്, വരട്ടെ, നമ്മളെന്തായാലും വേണം. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ച് നിങ്ങൾ പടം എടുക്കണതിൽ നിങ്ങൾ അത്ര കഷ്ടപ്പെട്ട് വന്നൊരു ഡയറക്ടറാണ്, ശരിയാണ്. നിങ്ങൾ ശങ്കറിന് അസിസ്റ്റ് ഒക്കെ ചെയ്ത് തന്ന ആളാണ്. എന്നിട്ട് ഷാറുഖ് ഖാനെ വെച്ച് പടം എടുത്തു. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലീൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടം, പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്. ഒരു ജവാൻ പോയി എന്ന് വെച്ച് അറ്റ്ലീനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആക്കി പോയിട്ടില്ല. ഞാൻ ആ ജവാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, നെൽസൺ ബീസ്റ്റ് കൊണ്ട് വെള്ളത്തിലാക്കിയിട്ട് മറ്റേ ജയിലറെ കൊണ്ടുവന്ന് അടിച്ചു പൊളിച്ചു. ഇനിയിപ്പോൾ ഭയങ്കര സമയമുണ്ടായി, എന്തായാലും പടത്തിനുള്ള സമയമുണ്ട്. യു ടേക്ക് യുവർ ഓൺ ടൈം. അണ്ണൻ ഇത് കഴിഞ്ഞിട്ട് നിർത്തുകയാണെന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം അതാ ഞാനും എൻ്റെ കോളേജിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് ഞാൻ സിനിമ കാണാൻ പോയത്. അവിടെ എന്ത് പ്രസൻസാണ് പുള്ളീൻ്റെ. ഓരോ അതില് ഈവൻ മെർസലിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ സീൻ ബൈ സീൻ നമുക്ക് രോമാഞ്ചൊടിക്കുന്ന ഒരു സാധനമുണ്ട്. ആ മ്യൂസിക്, AR റഹ്മാന്റെ പീക്ക് മ്യൂസിക്, അത് ഇതിലായാലും ബിഗിലായാലും എല്ലാത്തിലും ഒരു മ്യൂസിക്കിന്റെ ഒരു ലെവലുണ്ട്.
ആ വാരായോ വാരായിനി ആ ഒരു സാധനത്തിന്റെ മറ്റേ മ്യൂസിക് മുഴക്കം തന്നെ ഉണ്ടല്ലോ, എന്താണെന്നറിയില്ല, ഒരുമായി രോമാഞ്ചമൊക്കെ അടിച്ച് ഈ ഒരു ഫീലാണ് എനിക്ക്. ഈ 24 സൂര്യന്റെ 24 കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതേപോലെ ഒരു 3 വിജയൊക്കെ ഉള്ള ഒരു സിനിമയൊക്കെ വരണം, അങ്ങനത്തെ ഒരെണ്ണം കാണണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച്. കാരണം അത് ഇറങ്ങിയ 2016 മെയ്യിലോ ജൂണിലോ എന്തോ ആണ് 24 ഇറങ്ങിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കും ഇങ്ങനത്തെ ഒരു വിജയന്റെ പടം ഉണ്ടായി പൊളിക്കും അല്ലേടാ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം തെറി കഴിഞ്ഞിട്ടാണ് 24 ഇറങ്ങണത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വന്നപ്പോഴത്തേക്കും അയ്യോ ഇല്ല 2 വിജയം തന്നെ, ശരി 2 വിജയം കണ്ടൊക്കെ. കാരണം ആ വെട്രിമാരന്റെ കഥാപാത്രം എന്ന് പറഞ്ഞത് വിജയ് നല്ലോണം അഭിനയിച്ച പടങ്ങൾ ഏതൊക്കെയാന്ന് ചോദിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും പുള്ളിന്റെ സ്റ്റൈലും സ്വാഗും ഡാൻസും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുള്ളി മൊത്തത്തിൽ നല്ലൊരു നടനല്ല എന്ന് പറയാൻ ഞാൻ വലിയ മറ്റവനൊന്നും അല്ല. സ്റ്റിൽ നമ്മൾ കാണുമ്പോൾ പറയുമല്ലോ പുള്ളി അത്ര വലിയ നടനൊന്നും അല്ലേ. പക്ഷെ പുള്ളിന്റെ പൊട്ടൻഷ്യലി യൂസ് ചെയ്തിരിക്കുന്ന വളരെ ചുരുക്കം തമിഴ് സിനിമകളേ ഉള്ളൂ. അതിലൊന്നാണ് മെർസൽ. എനിക്കറിയാം, ഞാൻ പറയില്ലേ കോളാന്തര എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ കുറേ ഉണ്ടാവും. അതങ്ങനെയാണ്. ആ ഒരു ഓട്ടോക്കാരൻ്റെ ഒരു കഥ പുള്ളി നറേറ്റ് ചെയ്യുന്ന ഒരു തൊട്ട് എൻ്റെ ദൈവമേ, ആ സീനൊന്നും എനിക്ക് കാണാൻ പറ്റൂടെ. അത് അന്ന് തിയേറ്ററിൽ കണ്ടപ്പോഴും ഇപ്പം കണ്ടപ്പോഴായാലും ആ സീനെത്തുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു വന്നിപ്പാണ്. അതും തലപതി, ഇളയ തലപതിയാക്കി മാറ്റിയൊരു സിനിമയാണിത്. സോ ഹാപ്പി, എന്താണെന്നറിയില്ല, ഭയങ്കര ഹാപ്പിയാണ്. അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയതിലും ഇന്ന് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയതിലും ആ ആളപ്പുറം എന്ന് പറഞ്ഞ പാട്ടൊക്കെ അടിച്ച് പൊളിച്ച്. ഞാൻ അധികം വിഷ്വൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചോട്ടാ മുംബൈൻ്റെ വീഡിയോ അവന്മാരെ എടുത്തെങ്കിൽ വിളയെ കളഞ്ഞ് എനിക്കൊരു സ്ട്രൈക്ക് ഓടിച്ചു തന്നു. അതുകൊണ്ട് അധികം വിഷ്വൽസ് ഒന്നും ഞാൻ ആഡ് ചെയ്യില്ല. കുറച്ച് ചെറിയ കുറച്ച് വിഷ്വൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളിൽ വിജയമാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുക. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സിനിമയാണ് മെർസൽ. ഞാൻ പലതവണ റിവാച്ച് ചെയ്തിട്ടുള്ളതാണ്. കാരണം 3 മണിക്കൂർ സിനിമയുടെ എവിടെ ലാഗ് അടിക്കണത്. ഇന്നലെ ഇറങ്ങിയ മറ്റേ ധനുഷിന്റെ കുബേര 3 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ പള്ളും വിളിച്ചോണ്ട് തിയേറ്ററിൽ ഇറങ്ങിപ്പോണ ഞാൻ കണ്ടാണ്. ഞാൻ വിചാരിച്ചത് ജീവിതമായിട്ട് 10 മണിക്ക് അതൊന്ന് കയറി നോക്കണമെന്ന്. എനിക്ക് പിന്നെ വയ്യ, ആവശ്യമില്ല. ഈ 3 മണിക്കൂർ ഇരിക്കാൻ വയ്യാത്തോണ്ടാണ് കേട്ടോ. മറ്റേ പൈസയും സമയമൊക്കെ പോട്ട് ഇത് അവിടെ ഇത് തൊഴിഞ്ഞ പടമെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം പടം കാണാൻ ഞാൻ പറയാനുള്ള എനിക്ക് കേരള ക്രൈം ഫയൽസ് കാണുമെന്നുള്ള രീതിയിലാണ് ഞാൻ വീട്ടിൽ വന്നത്. പക്ഷെ കിടന്ന് ഉറങ്ങേണ്ടി വന്നു. ഞാൻ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നതാണ്. എനിക്ക് കേരള ക്രൈം ഫയൽസ് സീസൺ 2 കാണണം. പിന്നെ ഏതാ പറയും, പിന്നെ വേറെ ഏതൊക്കെ പടം ഇറങ്ങിയല്ലേ, UK ഒക്കെ അതിനൊക്കെ കുറച്ച് പക്ക പള്ളുള്ളിയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഏതാണ് അടുത്ത ആഴ്ച കണ്ണപ്പ ഇറങ്ങുന്നുണ്ട്, ഞാൻ കാണുന്നില്ല. സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാൻ കാണുന്നേ ഇല്ല. അത് കണ്ടിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ട് റിപ്പോർട്ട് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ തിയേറ്ററിൽ പോകുള്ളൂ. കാരണം എൻ്റെ മനസ്സിലിപ്പോൾ ഒരു എമ്പുരാന് ഞാൻ അങ്ങനെ തുടരുമില്ല ലാലേട്ടനൊക്കെ ഇങ്ങനെ പതിഞ്ഞങ്ങ് ഇരിക്കുകയാണ്. ബെൻസൊക്കെ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന സമയത്ത് കണ്ട വാണാലി സാധനത്തിന്റെ പുറകെ പോകുന്ന എനിക്ക് വയ്യടെ. സത്യം കാര്യം പറയണം, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒറ്റ പടത്തിലോ എലോൺ ആണെങ്കിലോ മോൺസ്റ്റർ ആണെങ്കിലോ ബറോസ് ആണെങ്കിലോ എല്ലാം ഞാൻ FDFS പോയി കണ്ട പടങ്ങളാണ്. ബട്ട് ഇത് എനിക്ക് പറ്റൂല. ഇതും ഋഷഭ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതൊന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് വയ്യടേ. എനിക്കിനി ആ ഒരു ലാലേട്ടൻ്റെ എറ കാണണ്ട, ആ ഒരു മോശം സാധനങ്ങൾ കാണണ്ട. ഇനി വരട്ടെ, ദൃശ്യം 3 വരട്ടെ, ഹൃദയപൂർവ്വം വരട്ടെ, പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ വരട്ടെ, നല്ല മലയാള പടങ്ങൾ വരട്ടെ, അത് കാണാം, എല്ലാം കാണും, എല്ലാം ഫസ്റ്റ് ഡേ വർഷം തന്നെ കാണും. പക്ഷെ കണ്ണപ്പ വേണ്ടടേ, എനിക്ക് വേണ്ടത്. നിങ്ങളെനിക്കത് തരണ്ട, നിങ്ങളത് എടുത്തോ. അപ്പോൾ ദാറ്റ്സ് ഓൾ വിത്ത് മെർസൽ. നിങ്ങൾ പടം കണ്ടിട്ടോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ബെസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ വേറെ കാര്യം പറയാം, 2017 ഇറങ്ങിയ പടമാണ്. അപ്പോൾ അതിൻ്റെ സെയിം പ്രിൻ്റൊക്കെ തന്നെയാണ്, വേറെ മാറ്റമൊന്നും അതിലൊന്നും പറ്റിയിട്ടില്ല. ബിറ്റ് റേറ്റ് കൂട്ടിയിട്ടോ മറ്റേ കളർ കൂട്ടിയോ ഒന്നുമല്ല വന്നിരിക്കുന്നത്, പഴയ സെയിം പ്രിൻ്റാണ്. ആ ടൊബാക്കോൻ്റെ മറ്റേ പരസ്യം വരെ അന്നത്തെ മറ്റേ രാഹുൽ ദ്രാവിഡിൻ്റെ പരസ്യമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടെങ്കിൽ പോവുക, ചോട്ടാ മുംബൈയൊക്കെ അടിച്ചു പൊളിച്ച പോലെ ഈ ഒരു സിനിമയും അടിച്ചു പൊളിക്കാൻ ശ്രമിക്കുക. അപ്പം ദാറ്റ്സ് ഓൾ, ബൈ.